ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ട്രാൻസ്ക്രൈബ് ജോബൊക്കെ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് മണിക്കൂറിൽ $3 തൊട്ട് $11 വരെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈറ്റാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഓഡിയോസ് കേൾക്കുക, എന്നിട്ട് നമ്മൾ അതെന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക, ക്യാഷ് ഏൺ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്കിവിടെ ഇംഗ്ലീഷിൻ്റെ സ്കില്ല് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. നന്നായിട്ട് കേട്ടാൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാനും ഒക്കെ നല്ല കഴിവുണ്ടായിരിക്കണം. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ അത്ര പരിജ്ഞാനം വേണമെന്നില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ നമുക്കത് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ആ വീഡിയോസൊക്കെ കേൾക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ സൈനപ്പ് ചെയ്യണം എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാൽ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരു ട്രാൻസ്ക്രൈബറിൻ്റെ ജോബാണ്. നമുക്ക് വീട്ടിലിരുന്ന് ട്രാൻസ്ക്രൈബർ ജോബ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ്. ഇവിടെ നമുക്ക് പെർ ഹവേഴ്സിന് $20 വരെ ഏൺ ചെയ്യാൻ പറ്റും. അത് വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാം. ഒരു പ്രൊഫഷണൽ ട്രാൻസ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് $20 മീതെ ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു സൈറ്റാണ്. ഇവിടെ നോ എക്സ്പീരിയൻസ് റിക്വയർഡ്. ഇവർ പ്രത്യേക എക്സ്പീരിയൻസ് ഒന്നും റിക്വയർഡ് ചെയ്യുന്നില്ല. ആക്ഷനബിൾ ട്രെയിനിങ് ഇവർ തരുന്നുണ്ട്, നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ വീക്ക്ലി ടാസ്ക്സ്, സ്റ്റഡി വീക്ക്ലി ടാസ്ക്സ് എന്ന് വെച്ചാൽ ഇവർ വീക്കിലി നമുക്ക് തരുന്നുണ്ട്, ഓരോ ടാസ്കുകളൊക്കെ തരുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ട്രാൻസ്ക്രൈബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാച്ച് മൂവീസ് ഓർ വീഡിയോസ് യു ഹാവ് പ്രോബബിളി നോട്ടീസ്ഡ് ഇൻ ദ സബ് ടൈറ്റിൽസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ വിത്ത് ദ പീപ്പിൾ ഹൂ ടൈപ്പ് ഹൂസ് ടെസ്റ്റ് കോൾഡ് ട്രാൻസ്ക്രൈബേഴ്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ചില വീഡിയോസും സിനിമാസും ഒക്കെ കാണുമ്പോഴത്തേക്കിനും അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ടെസ്റ്റ് പോകുന്ന കാണത്തില്ല. ഇപ്പം മലയാളത്തിലുള്ളൊരു സിനിമയാണെങ്കിൽ ഇംഗ്ലീഷിൽ അത് ടൈപ്പ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ചെയ്യുന്ന ആളെയാണ് ട്രാൻസ്ക്രൈബർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിസണിങ് കെയർഫുള്ളി. ട്രാൻസ്ക്രൈബേഴ്സ് ലിസൺ കെയർഫുള്ളി ടു വീഡിയോസ് ഓർ ഓഡിയോസ് റെക്കോർഡിങ്. അപ്പോൾ ഇവരെ നമുക്ക് ആദ്യമേ ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ അയച്ചു തരും. അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. അതിനുശേഷം ടൈപ്പ് വാട്ട് ദേ ഹിയർ. അതിനുശേഷം നമ്മൾ എന്താണ് കേട്ടത് അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം കറക്റ്റാണോ എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗെറ്റ് പെയ്ഡ്. അപ്പോൾ നമുക്കതിന് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ലിസണിങ്, പിന്നെ റൈറ്റിംഗ്, പിന്നെ സബ്മിറ്റിങ്. അപ്പോൾ 3 സ്റ്റെപ്പേ ഉള്ളൂ. അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്. ഒന്നാമത്തേത് കാര്യം നമുക്ക് ഗുഡ് ഇംഗ്ലീഷ് സ്കില്ല്, നല്ലപോലെ ഇംഗ്ലീഷ് അറിയാതിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒന്നെങ്കിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടായിരിക്കണം. പിന്നെ നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു ഹെഡ്ഫോൺസ്, അത് ഓപ്ഷണലാണ് അവർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഹെഡ്ഫോണോ ഉണ്ടായിരിക്കണം. ഇതിൽ നമുക്ക് ഒരു $3 തൊട്ട് $11 വരെ ഒരു മണിക്കൂറിൽ ഏൺ ചെയ്യാൻ പറ്റും. അതൊരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എമൗണ്ടാണ്. അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് 10 മണിക്കൂർ ആഴ്ചയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് $500 ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർ 20 മണിക്കൂറിൽ വർക്ക് ചെയ്താൽ എത്ര കിട്ടും, 40 മണിക്കൂറിൽ വർക്ക് ചെയ്താൽ എത്ര കിട്ടുമെന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കിതൊരു സ്റ്റാർട്ടിങ്ങിനുള്ള ഓപ്ഷൻ തരും. പക്ഷേ നമ്മളിവിടെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒരു ഷോർട്ട് ടെസ്റ്റ് ഉണ്ടായിരിക്കും.
അപ്പോൾ അവർ അത് കൊടുത്തിട്ടുണ്ട്. ടേക്ക് യുവർ ഷോർട്ട് ടെസ്റ്റ് ടു സീ ഇഫ് യു ആർ എന്താണ് ഫിറ്റഡ് ടു ട്രാൻസ്ക്രൈബേഴ്സ് നീഡ് ടു മീറ്റ് സ്പെസിഫിക് ക്രൈറ്റീരിയ. ഇൻ പർട്ടിക്കുലർ ദേ നീഡ് ടു പോസസ് ഇംഗ്ലീഷ് എന്താണ് കമ്പേഷൻ സ്കില്ല്. അവർ പറയുന്നത് ഇംഗ്ലീഷ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ടെസ്റ്റ്, നമുക്ക് ഇംഗ്ലീഷ് സ്കിൽ അറിയാവോ എന്നൊക്കെ അറിയാനായിട്ട് നോക്കുന്ന ഒരു ഷോർട്ട് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിന് ശേഷം മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പം ജോബ് ചെയ്യുന്ന ഏതാണ്? ട്രാൻസ്ക്രൈബ് ജോബ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കുക. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അത് കറക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ ബൈ, സീ യു.